മൊഡ്യൂൾ 4ൻ്റെ സ്റ്റാർട്ടിങ് കുറച്ച് തിയറിയാണ്, അതായത് ഐഡിയലും പ്രാക്ടിക്കൽ ഓപ്പാമ്പിൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സ്, അതിൻ്റെ കമ്പാരിസൺ. അത് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ്, തിയറിയാണ്. ഇപ്പം നിങ്ങൾ നോട്ട് നോക്കി പഠിച്ചാൽ മാത്രം മതി. അത് ഇമ്പോർട്ടൻ്റ്. IC 741 കമ്പയർ ചെയ്യുന്ന പലവട്ടം ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റിക്ക്. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മുടെ ഈ ഡെറിവേഷൻ ഒക്കെ വരുന്നത് ഈ പോർഷൻ്റെ അകത്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ഒരു അവറിൽ നമുക്ക് ഈ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസ് നോക്കാം. ഓപ്പൺ ലൂപ്പും ക്ലോസ് ലൂപ്പ് കോൺഫിഗറേഷൻ, വെർച്വൽ ഷോർട്ട്, നെഗറ്റീവ് ഫീഡ്ബാക്ക്, പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് സർക്യൂട്ട്സ്, പിന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ, അതിൻ്റെ ഡെറിവേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പാമ്പിൻ്റെ ഏത് സർക്യൂട്ട് തന്നാലും നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഡെറിവേഷൻ മനസ്സിലാക്കി പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ സെയിം മെത്തേഡ് തന്നെയായിരിക്കും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം സ്റ്റാർട്ടിങ് നമ്മൾ ബേസിക്സ് അറിഞ്ഞിരിക്കണം. അപ്പം ഓപ്പാമ്പ് എന്ന് പറയുമ്പോഴത്തേനും ഇതാണ് സ്ട്രക്ചർ. ഓക്കെ, ഓപ്പാമ്പ് എന്ന് പറയുമ്പോൾ ഇതാണ് സ്ട്രക്ചർ. അപ്പം നിങ്ങളൊരു ട്രയാങ്കിൾ പോലെ വരച്ചിട്ട് നിങ്ങൾക്ക് 2 ടെർമിനൽസ് കാണും, ഇൻപുട്ട് ടെർമിനൽസ്. ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ്, പിന്നെ ഒരു ഔട്ട്പുട്ടും കാണും. ഓക്കെ, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് VO ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഇൻപുട്ട് ടെർമിനൽസിലെ പ്ലസ്സിന് നമ്മൾ V1 എന്നായിരിക്കും മാർക്ക് ചെയ്യുന്നത്, വോൾട്ടേജ്. മൈനസിന് നമുക്ക് V2 എന്നായിരിക്കും മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്ലസ്സിന് വിളിക്കുന്ന പേര് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ. പ്ലസ്സിന് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ, മൈനസിന് ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഈ പേര് ക്ലിയർ ആയിരിക്കണം, ഏത് ടെർമിനലിന് എന്ത് പേരാണ് വിളിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം പ്ലസ്സിനെ വിളിക്കുന്ന പേര് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ, മൈനസിനെ വിളിക്കുന്നത് ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ. ഒരു മിനിറ്റ്. പ്ലസ്സിന് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ, മൈനസിന് ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ. പ്ലസ്സിന് V1 കൊടുക്കും, മൈനസിന് V2 കൊടുക്കും, ആ രീതിയിലായിരിക്കും. ഇനി ഓപ്പാമ്പിൻ്റെ ബേസിക് ഇക്വേഷൻ VO ഈക്വൽ ടു ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു, ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് A ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇൻറ്റു V1 മൈനസ് V2. പ്ലസ്സിലെ വോൾട്ടേജ് മൈനസ് ഈ മൈനസിലെ വോൾട്ടേജ്, അപ്പോൾ V1 മൈനസ് V2. ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് അറിയണം, ഇത് പലയിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഫീഡ്ബാക്ക് ഒന്നും ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലോട്ട് കണക്ഷൻ, അതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൺട്രോൾ സിസ്റ്റത്തിലൊക്കെ നിങ്ങൾ ഫീഡ്ബാക്ക് പഠിച്ചിട്ടുണ്ട്. ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലോട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫീഡ്ബാക്ക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇനി അടുത്ത ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കേണ്ടത്, കറണ്ട് എൻട്രിങ് ഇൻറ്റു ഓപ്പാമ്പ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അതായത് ഇങ്ങോട്ടേക്ക് കയറുന്ന കറണ്ട് 0 ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് ത്രൂ ഔട്ട് നിങ്ങൾ ഓപ്പാമ്പിൻ്റെ എല്ലാ ഡെറിവേഷനിലും നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, കറണ്ട് എൻട്രിങ് ഇൻറ്റു ഓപ്പാമ്പ് ഈക്വൽ ടു 0. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻസിൻ്റെ അകത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന് ഡിഫറൻഷ്യൽ, പിന്നെ ഒന്ന് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, പിന്നെ ഉള്ളത് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഈ 3 നിങ്ങൾക്ക് ഓപ്പൺ ലൂപ്പിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഹെഡിങ് അല്ലെങ്കിൽ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകണം എങ്ങനെയാണ് നിങ്ങൾ ഫിഗർ വരയ്ക്കാൻ പോകുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്പൺ ലൂപ്പ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുമ്പം, ഓപ്പൺ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് ഒന്നുമില്ല. ഓക്കെ, ഔട്ട്പുട്ടും ഇൻപുട്ടും കണക്ട് ചെയ്യുന്ന ഫീഡ്ബാക്ക് ഒന്നും കാണത്തില്ല. ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പം 2 ഇൻപുട്ട് ടെർമിനലിലും 2 ടെർമിനൽസിലും നിങ്ങൾ ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യും. അത് നിങ്ങൾ പേര് ക്ലിയർ ആക്കി മനസ്സിലാക്കണേ.
ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പം ഇൻപുട്ട് ഇസ് ഗിവൻ ടു ബോത്ത് ടെർമിനൽസ്. അപ്പോൾ അതുകൊണ്ട് പ്ലസ്സിലും മൈനസിലും നിങ്ങൾ VI1 VI2 എന്ന് പറഞ്ഞ് 2 ഇൻപുട്ട് കൊടുക്കാം. ഓക്കെ, ഇനി അലീന, ഇവിടെ ഞാനൊരു റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് വെച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ റെസിസ്റ്റൻസ് വെച്ചാലും വെച്ചില്ലെങ്കിലും സെയിം ഇഫക്റ്റ് തന്നെയായിരിക്കും. അതെന്തുകൊണ്ടാന്ന് പറയാൻ പറ്റുമോ? എന്നുവെച്ചാൽ V2 എന്ന് പറയുന്ന VI2 ആണ്, V1 എന്ന് പറയുന്നതും VI1 തന്നെയാണ്. ഈ റെസിസ്റ്റൻസ് വെച്ചുകൊണ്ട് ഈ വോൾട്ടേജിന് വ്യത്യാസമൊന്നും വരുന്നില്ല. യു ക്യാൻ ആഡ് റെസിസ്റ്റൻസ് ഓർ നോട്ട്, ബട്ട് ഇറ്റ് ഡസൻറ്റ് മേക്ക് എ ഡിഫറൻസ്. എപ്പോഴാണ് വ്യത്യാസം വരുന്നത്? ഈ വോൾട്ടേജും വ്യത്യാസം വരുന്നത് എപ്പോഴായിരിക്കും? ഇപ്പം നമുക്ക് 2 വോൾട്ടേജിന് വ്യത്യാസം, ഇപ്പം ഇത് കണ്ടോ, ഈ VI2ഉം V2ഉം ഡയറക്റ്റ് അല്ലേ കണക്റ്റഡ് അല്ലേ? അപ്പം ഡയറക്റ്റ് കണക്റ്റഡ് എന്ന് പറയുമ്പോഴത്തേനും ഈ വോൾട്ടേജ് ഈക്വൽ ആയിരിക്കും. അതിന് സംശയമൊന്നും ഇല്ലല്ലോ? ഇല്ല. ഇപ്പൊ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ സാധാരണ ഇതിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് വരത്തില്ലേ? അപ്പം വോൾട്ടേജ് ഡ്രോപ്പിന്റെ ഇക്വേഷൻ എന്താ? ഓംസ് ലോ V = I × R. അപ്പൊ നമ്മളിപ്പം ഈ സെക്കൻഡ് പോയിന്റിൽ എന്താ പറഞ്ഞത്? ഈ പോയിന്റിൽ കറണ്ട് എൻ്ററിങ് ടു ഓപ് ആംപ് = 0. ഓക്കെ, അപ്പം ഇവിടെ കൂടെ കറണ്ട് എൻ്റർ ചെയ്യുന്ന കറണ്ട് 0 ആണ്. അപ്പം ഈ റെസിസ്റ്റൻസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്ര? 0. അപ്പൊ ഡ്രോപ്പ് എത്ര ആയിരിക്കും? 0. ഓക്കെ, അപ്പം ഓക്കെ അലീന, അപ്പം അതുകൊണ്ടാണ് ഈ റെസിസ്റ്റൻസ് ഇവിടെ വെച്ചാലും വെച്ചില്ലെങ്കിലും നിങ്ങളുടെ ഈ V1ഉം VI1ഉം ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഫിഗർ കാണുമ്പോഴേ ഓപ്പൺ ലൂപ്പിൻ്റെ പല ഫിഗർ കാണുമ്പം ചിലയിടത്ത് റെസിസ്റ്റൻസ് കാണും, ചിലയിടത്ത് റെസിസ്റ്റൻസ് കണ്ടെന്ന് വരത്തില്ല. അപ്പോൾ അത് കൺഫ്യൂഷൻ വരുത്തേണ്ട ആവശ്യമില്ല. ഓപ്പൺ ലൂപ്പിൻ്റെ കേസിൽ ഓക്കെ, അതായത് ഫീഡ്ബാക്ക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സെയിം ഇഫക്റ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, കാരണം നിങ്ങൾ ഫിഗർ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവില്ല. പിന്നെ ഇവിടെ ഫീഡ്ബാക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് VO = A × V1 - V2. ഓക്കെ, അഞ്ജലി, ഈ V1ൻ്റെയും V2ൻ്റെയും വാല്യൂ എന്താണെന്ന് പറയാമോ ഫിഗർ നോക്കിയിട്ട്? V1ൻ്റെ വാല്യൂ എന്താ ഫിഗർ ചെയ്യുന്നത്? അല്ല, V2 എന്താ? V2 V2 എന്ന് പറയുന്നത് ഈ ഇൻപുട്ട് വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ V2 = VI2 ആണ്. V1 VI1 കറക്റ്റ്. അതായത് നമുക്ക് ഇവിടെ ഡ്രോപ്പ് ഒന്നും ഇല്ല. അപ്പോൾ ഡ്രോപ്പ് ഇല്ലാത്തത് കൊണ്ട് V1, ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഡ്രോപ്പ് ഇല്ല, അതുകൊണ്ട് V1 = VI1 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് കറക്റ്റാണ്. അപ്പം ഈ ഇക്വേഷനിൽ നിങ്ങൾ ഈ VI1ഉം VI2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പൺ ലൂപ്പിൻ്റെ ഇക്വേഷൻ എഴുതുക എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഫിഗറും കൂടെ നിങ്ങൾ വരയ്ക്കേണ്ടി വരും. ഓക്കെ, പ്ലോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ പാരാമീറ്റേഴ്സ് പഠിക്കുമ്പം ആദ്യമേ പഠിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഗെയിൻ ഓഫ് ആൻ ഓപ്പ് ആംപ് ഇസ് ഇൻഫിനിറ്റി എന്ന് പറയും. അതായത് ഭയങ്കര വലിയൊരു വാല്യൂ ആണെന്ന് പറയും. അപ്പം അങ്ങനെ വലിയൊരു വാല്യൂ ആയതുകൊണ്ട് ഇത് A എന്ന് പറയുന്ന ഇൻഫിനിറ്റി ആകാനായിട്ട് ഐഡിയലി ഇൻഫിനിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഭയങ്കര വലിയ വാല്യൂ അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്ന് വരും. പക്ഷേ ഓപ്പ് ആംപിൻ്റെ കേസിൽ നിങ്ങളുടെ ഔട്ട്പുട്ട് +VSAT അല്ലെങ്കിൽ -VSAT എന്ന് പറഞ്ഞ വാല്യൂലായിരിക്കും വാല്യൂ വരെ പോകത്തുള്ളൂ. അതിൻ്റെ മുകളിലോട്ടോ താഴോട്ടോ വാല്യൂ പോകത്തില്ല. അത് നിങ്ങൾ പ്രോപ്പർട്ടീസിൽ പഠിക്കുമ്പോൾ മനസ്സിലാവുക. നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ മാക്സിമം വാല്യൂ +VSAT ആണ്, മിനിമം വാല്യൂ -VSAT, സാച്ചുറേഷൻ വോൾട്ടേജ് എന്ന് പറയും. അത്ര അറിഞ്ഞിരുന്നാൽ മതി. അപ്പം
അങ്ങനെ വരുന്നത് കൊണ്ട് ഈ എയുടെ വാല്യൂ ഭയങ്കര ഹൈ ആയതുകൊണ്ട് വി ഒ എന്ന് പറയുന്നത് ഒത്തിരി ഹൈ ആയി പോകും. ഓക്കെ, പ്ലസ് വി സാറ്റ് മൈനസ് വി സാറ്റിനെക്കാളും കൂടിപ്പോവും. പക്ഷെ ഓപ്പാമ്പിന് ഔട്ട്പുട്ട് എപ്പോഴും പ്ലസ് വി സാറ്റ് മൈനസ് വി സാറ്റ് ആ ലിമിറ്റിലേ തരാൻ പറ്റത്തുള്ളൂ. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻപുട്ട് ഏത് വേവ് ഫോം ആണെങ്കിലും, സൈൻ ആകാം, ട്രയാങ്കുലർ ആകാം, സ്ക്വയർ ആകാം, ഏത് വേവ് ഫോം ആണെങ്കിലും നിങ്ങളുടെ ഔട്ട്പുട്ട് എപ്പോഴും ഒരു സ്ക്വയർ വേവ് ഫോം ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. ഓപ്പൺ ലൂപ്പിൽ ഔട്ട്പുട്ട് വേവ് ഫോം എപ്പോഴും സ്ക്വയർ വേവ് ഫോം ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, അത്രയാണ് ബേസിക് കൺസെപ്റ്റ് ഓപ്പൺ ലൂപ്പിലുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഓപ്പൺ ലൂപ്പ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ യൂസിങ് ഓപ്പാമ്പ്. ഓക്കെ, അപ്പം ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുമ്പോഴത്തേനും പേര് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ക്ലോസ് ലൂപ്പിലും കോൺഫിഗറേഷൻ എല്ലാം പറയാൻ പോകുന്നുണ്ട്. ഓപ്പൺ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് ഇല്ല. ഇൻവെർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ടെർമിനൽ ഉണ്ട് ഇവിടെ. നോൺ ഇൻവെർട്ടിങ്ങും ഉണ്ട്, ഇൻവെർട്ടിങ്ങും ഉണ്ട്. അപ്പം ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ് ഹെഡിങ് എങ്കിൽ അതിൻ്റെ അർത്ഥം ഇൻവെർട്ടിംഗ് ഇൻപുട്ടിൽ മാത്രം നമ്മൾ സപ്ലൈ കൊടുക്കും. ഓക്കെ, ഇൻപുട്ട് ഈസ് ഓൺലി ഗിവൻ ടു ഇൻവെർട്ടിംഗ് ടെർമിനൽ. അപ്പം മറ്റേ ടെർമിനലിൽ ഇൻപുട്ട് കൊടുക്കത്തില്ല, ഗ്രൗണ്ട് ചെയ്യും. അതുകൊണ്ട് ആ പേര് കേട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകണം എങ്ങനെയാണ് ഫിഗർ വരുന്നതെന്ന്. ഓക്കെ, അപ്പം ഇൻവെർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടെർമിനലാണ്. അപ്പം ഈ മൈനസിലോട്ട് നമുക്ക് ഇൻപുട്ട് വി ഐ കൊടുക്കാം. ഇവിടെ റെസിസ്റ്റൻസ് കൊടുക്കാം, കൊടുത്തില്ലേലും കുഴപ്പമില്ല. ഇനി പ്ലസ് നമ്മൾ ഗ്രൗണ്ട് ചെയ്യും, കാരണം ഇൻപുട്ട് ഇൻവെർട്ടിങ്ങിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അലീന ഈ വി വണ്ണും വി ടുവിൻ്റെയും വാല്യൂ എന്താന്ന് പറയാവോ? V1 0, ആ V2 പറയുമ്പോൾ വി ഐ. കറക്റ്റ്. അപ്പോൾ വി വൺ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് 0, V2 ഈക്വൽ ടു വി ഐ. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ബേസിക് ഇക്വേഷൻ ഉണ്ട് V1 മൈനസ് V2. അപ്പോൾ നമുക്ക് മൈനസ് എ ഇൻറ്റു വി ഐ, ഇത് 0 ആയി, ഇത് വി ഐ ആയി. അപ്പം മൈനസ് എ ഇൻറ്റു വി ഐ എന്ന് ഇക്വേഷൻ വരും. അപ്പം വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, ഇൻവെർട്ടിംഗ് എന്ന് പറയുമ്പം മൈനസിലാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ ഔട്ട്പുട്ട് മൈനസ് സൈൻ കയറി വരും. അതാണ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇൻവെർട്ടിങ്ങിൻ്റെ കേസിൽ ഔട്ട്പുട്ട് നെഗറ്റീവ് വരും. അപ്പോൾ ആ കേസിൽ നിങ്ങൾ വേവ് ഫോം വരയ്ക്കുകയാണെങ്കിൽ, സപ്പോസ് ഇൻപുട്ട് ഒരു സൈൻ ആണെങ്കിൽ ഔട്ട്പുട്ട് സ്ക്വയർ വേവ് ഫോം വരും. ഓക്കെ, ഇനി നെഗറ്റീവ് എന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം ഇൻപുട്ടിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ടിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളായിരിക്കും കിട്ടുന്നത്. അതാണ് ഈ മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം അതാണ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ, ഓപ്പൺ ലൂപ്പ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. ഇതിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവേ. ഓക്കെ, ഇനി അടുത്തത് ഒന്ന് പറയാൻ നോക്കാവോ അഞ്ജലി? ഓപ്പൺ ലൂപ്പ് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ യൂസിങ് ഓപ്പാമ്പ്. നോൺ ഇൻവെർട്ടിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? VI1 എന്ന് വെച്ചാൽ ഇൻപുട്ട് ഒരു ഇൻപുട്ടേ കാണത്തുള്ളൂ. ഇപ്പം ഞാൻ ഇവിടെ കാണിക്കാവേ. ഇൻവെർട്ടിംഗ് എന്ന് പറയുമ്പം ഇൻവെർട്ടിംഗ് ടെർമിനലിൽ ഒരു ഇൻപുട്ട്. അപ്പം നമ്മൾ VI1 VI2 എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, VI എന്ന് മതി. ഓക്കെ, മറ്റേ ടെർമിനൽ ഗ്രൗണ്ട് ചെയ്യും. അതുപോലെ തന്നെ നോൺ ഇൻവെർട്ടിംഗ്. ഓക്കെ, നോൺ ഇൻവെർട്ടിംഗ് എന്ന് പറയുമ്പോൾ പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ്. ഓക്കെ, കറക്റ്റ്. അപ്പം പ്ലസ്സിൽ മാത്രമേ എന്ത് കൊടുക്കത്തുള്ളൂ? നോൺ ഇൻവെർട്ടിംഗ് എന്ന് പറഞ്ഞാൽ പ്ലസ്സിൽ മാത്രമേ നമ്മൾ എന്ത് കൊടുക്കത്തുള്ളൂ? ഓക്കെ, ഇൻപുട്ട് കൊടുക്കത്തുള്ളൂ. ഓക്കെ, നമ്മൾ ഈ V1 V2 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലസും മൈനസും മാത്രം പറയാനായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പം ഓക്കെ കറക്റ്റ്. അതായത് നോൺ ഇൻവെർട്ടിംഗ് എന്ന് പറഞ്ഞാൽ പ്ലസ് എന്ന് പറയുന്ന ടെർമിനലാണ്. അപ്പം അതിൽ മാത്രമേ നമ്മൾ ഇൻപുട്ട് കൊടുക്കത്തുള്ളൂ, മറ്റേ ടെർമിനൽ ഗ്രൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പം പ്ലസ്സിൽ ഇൻപുട്ട് കൊടുക്കും, മൈനസ് ഗ്രൗണ്ട് ചെയ്യും. ഇനി പ്ലസ് എന്ന് പറയുന്നത് V1 ആണ്. നമ്മൾ ആദ്യം പ്ലസ് പിന്നെ മൈനസാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം പ്ലസ് V1 ആണ്, മൈനസ് V2 ആണ്. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം
V2 എന്ന് പറയുന്ന ഗ്രൗണ്ട് ആണ്, അപ്പോൾ 0. V1 VI ആയിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്, അപ്പോൾ V1 ഈക്വൽ ടു VI. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പം ഇവിടെ നോക്കുമ്പം ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ സൈന് പോസിറ്റീവ് ആണ്. ഓക്കെ, VO ഈക്വൽ ടു പ്ലസ് A ഇൻറ്റു VI. അപ്പോൾ പോസിറ്റീവ് ആയിരിക്കും നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഗെയിന് പോസിറ്റീവ് ആണ്. ഓക്കെ, ഇവിടെയും നമുക്ക് സൈനസോയിഡൽ ആണ് ഇൻപുട്ട് എങ്കിൽ ഔട്ട്പുട്ട് വേവ് ഫോം സ്ക്വയർ ആയിരിക്കും. ഗെയിൻ പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മുടെ ഔട്ട്പുട്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്.